അത്തപ്പൂക്കളിട്ട് ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം എനിക്ക് എൻ്റെ വീട്ടിലാണ് കേട്ടോ. രാവിലെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ഐറ്റംസാണിത്. ഇതെല്ലാം കഴിച്ചു. ബാക്കി വിശേഷങ്ങൾ അമ്മ പറയൂ കേട്ടോ. ഓണം എവിടം വരെയായി? ഓണം അരി വെന്തു, സാമ്പാർ, അവിയല്, തോരന്, പച്ചടി, ഇഞ്ചി, ഉള്ളി, നാരങ്ങ, മോരുകറി ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ പായസം വെക്കണം, പപ്പടം കാച്ചണം. അത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കറി വെക്കാൻ തോന്നിയാൽ വെക്കും. സമയം അനുസരിച്ചിരിക്കും പിന്നെയുള്ള കാര്യങ്ങൾ. അതെ, തോരനൊക്കെ ഇവിടെ സെറ്റാണ്. സെറ്റ് ദേ കാപ്പി എടുത്തു വെച്ചേക്കണു, കുടിച്ചിട്ടില്ല കേട്ടോ. ദേ അച്ചാറ്, പായസത്തിനുള്ളത്, ടിങ് ടിങ് ടിങ്. ദോശ, കഞ്ഞിയൊക്കെ തിളയ്ക്കുന്നു. ഈ പാൽച്ചായ, പിന്നെയും ദോശ. അയ്യോ എൻ്റെ ദോശ ഇപ്പം കരിയും. പ്രധാനപ്പെട്ട പായസത്തിനായിട്ടുള്ള കൂട്ടുകളെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് പായസം ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ. എന്നും അമ്മയുടെ പായസമാണ് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഐറ്റംസൊക്കെ ശരിയാക്കി വെച്ച് അമ്മ അതേ തകൃതിയായിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വന്ന് ഞാൻ ഓടി വന്നൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. കാരണം ഈ മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ലല്ലോ. പിന്നെ അച്ഛയുണ്ട്, ഓരോന്നൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അച്ഛയും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഏകദേശം എല്ലാം തന്നെ റെഡിയായി. എന്തൊക്കെയാണെന്ന് നോക്കാം. പേര് പറഞ്ഞല്ലോ, പഴം, പപ്പടം, പിന്നെ ചോറ് എടുത്തോണ്ട്, ഇഞ്ചിക്കറി, മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, മോര് കറി, ഉള്ളിക്കറി എൻ്റെ ഫേവറേറ്റ്, അവിയൽ, പച്ചടി, സാമ്പാർ, തോരൻ, വെള്ളം. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള എൻ്റെ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബാക്കി എല്ലാവരും വരാൻ ലേറ്റായി. നന്നായിട്ട് വിശന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോറൊക്കെ വാരിക്കൊടുത്ത് അച്ഛൻ അമ്മയെ അങ്ങ് സദ്യ സ്റ്റാർട്ട് ചെയ്തു. അവർക്കൊപ്പം ഞാനും ഇരുന്നു സദ്യ കഴിച്ചു. പിന്നെ വന്നു ചേച്ചി, ചേട്ടൻ, കൊച്ച്, ചേട്ടായി, കുട്ടന് എല്ലാവരും എത്തി. എല്ലാവർക്കും ഒപ്പം ഇരുന്നു. പിന്നെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഭയങ്കര അടിപൊളിയൊരു ഓണാഘോഷമായിരുന്നു ഇപ്രാവശ്യം. അച്ഛനും അമ്മയില്ലാതെ എന്ത് ഓണാഘോഷമല്ലേ. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. നിങ്ങളുടെ ഓണം ഒന്ന് കമൻറ്റ് ചെയ്തേരേ കേട്ടോ.